ഹലോ. അപ്പോൾ രാവിലെ തന്നെ കണ്ണനെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. കണ്ണന് 2-3 ദിവസമായിട്ട് നല്ല പനിയാണ്. അപ്പോൾ പനി വന്ന സമയത്ത് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം കണ്ണന് അങ്ങനെ പനി വരാറേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പനി വന്നപ്പം കുറച്ച് ചെറുതായിട്ടൊന്ന് പനിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടും മാറാതായപ്പോൾ ആണ് ഡോക്ടറെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ സുധാട്ടിൻ്റെ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം തിരിച്ച് വരുമ്പോൾ മഴയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നന്നായിട്ട് പെയ്തൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്താൻ നേരത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മമ്മ പോയിട്ടില്ല ഇടക്കണ്ണ, അമ്മമ്മ പോയിട്ടില്ല. നല്ല ഓടണ്ട. അമ്മമ്മ എടുത്തു അകത്തുണ്ടോ? വാ. കണ്ണന് പനിയാണ് എന്ന് അറിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വരുമ്പോൾ 2-3 പ്ലാവും തൈയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുഴുവൻ കാടാണ്, എന്നാലും അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് അച്ഛൻ അവിടെ പ്ലാവും തൈയൊക്കെ നട്ടുപിടിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടുന്ന് 2-3 പുഴുക്കളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിന് ഒരു ഡപ്പിയിലാക്കിയിട്ട് ചപ്പും പുല്ലൊക്കെ കൊടുത്ത് വളർത്തിയെടുക്കുകയാണ് കേട്ടോ. പൂമ്പാറ്റിയായിട്ട് പോകുന്നത് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴത്തേനും നല്ലൊരു മഴ പെയ്തു കേട്ടോ. നല്ല മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റും മഴയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ അച്ഛനും അമ്മയും കൂടെ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴയ്ക്ക് മുന്നേ അങ്ങെത്തണം. അതുകൊണ്ട് തന്നെ ഇപ്പം ചെറിയ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കണ്ണനാണെങ്കിൽ എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫോൺ എടുത്തിട്ടുണ്ടോ, കണ്ണട എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയെടുത്ത്. അങ്ങനെ അവർ വരുന്നത് കാണാൻ നല്ല രസമാണെങ്കിൽ ഇങ്ങനെ പോകുന്നത് അത്ര സുഖമുള്ള ഒരു കാര്യമല്ല കേട്ടോ. എന്തായാലും മഴയ്ക്ക് മുന്നേ എത്തേണ്ടതുകൊണ്ട് അവർ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് നേരം അവർ പോകുന്നതും നോക്കി ഇങ്ങനെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.